Hi friends, welcome to Bosco Campus Vision. I am Tony Francis, Faculty, Department of Commerce, Don Bosco College, Kottayam. In this session, I would like to discuss with you about the topic bonus shares, which is included in the financial management of the second semester BBA and BCom students. So in this video, we will discuss about the meaning of bonus shares, how bonus shares are issued, the condition for issuing bonus shares, objectives of issuing bonus share, advantages and disadvantages of a bonus share. So coming to the first part, what do you mean by bonus shares? എന്താണ് ഒരു bonus share? Bonus shares are nothing but additional shares given by a company to its existing shareholders without any additional cost based upon the number of shares that a shareholder owns. ബോണസ് ഷെയർ എന്ന് പറയുമ്പോൾ ഒരു കമ്പനി അതിൻ്റെ നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് അധികമായി കാശ് വാങ്ങാതെ, അതായത് ഫ്രീ ഓഫ് കോസ്റ്റിൽ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിനാണ് നമ്മൾ ബോണസ് ഷെയർ എന്ന് പറയുന്നത്. ഈ ഇഷ്യൂ ചെയ്യുന്ന ബോണസ് ഷെയർ ഒരു ഷെയർ ഹോൾഡർ ഓൺ ചെയ്യുന്ന ഷെയർസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഒരു കമ്പനി അതിൻ്റെ നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് ഫ്രീ ഓഫ് കോസ്റ്റിൽ ഇഷ്യൂ ചെയ്യുന്ന ഷെയർസിനെയാണ് നമ്മൾ ബോണസ് ഷെയർസ് എന്ന് പറയുന്നത്. ബോണസ് ഷെയർസ് വേറെ രണ്ട് പേരുകളിലും അറിയപ്പെടും. ഒന്ന് സ്ക്രിപ്പ് ഇഷ്യൂ എന്ന്, അല്ലെങ്കിൽ ഒരെണ്ണം ക്യാപിറ്റലൈസേഷൻ ഇഷ്യൂ എന്ന്. എന്തുകൊണ്ടാണ് ഈ പേര് വന്നതെന്ന് നമുക്കിനി മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഹൗ ബോണസ് ഷെയർസ് ആർ ഇഷ്യൂഡ്. എങ്ങനെയാണ് ഒരു കമ്പനി ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതെന്നാണ്. അതിൽ ഫസ്റ്റ് പോയിന്റ് നോക്കാം. ബൈ ക്യാപിറ്റലൈസിങ് ദ റിസർവ്സ് ആൻഡ് സർപ്ലസ്. റിസർവ്സ് ആൻഡ് സർപ്ലസ് എമൗണ്ട് ക്യാപിറ്റലൈസ് ചെയ്യുക. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സെക്കൻഡ് പോയിന്റിലോട്ട് നോക്കാം. ഇറ്റ് റിസൾട്ട്സ് ഇൻ ദ കൺവേർഷൻ ഓഫ് കമ്പനീസ് പ്രോഫിറ്റ് ഇൻ റിസർവ്സ് ഇൻ ടു ഷെയർ ക്യാപിറ്റൽ. നമുക്കറിയാം, ഒരു കമ്പനി നല്ല രീതിയിൽ റൺ ചെയ്യുകയാണെങ്കിൽ അതിന് നല്ല രീതിയിലൊരു പ്രോഫിറ്റ് കാണും. അപ്പം അതിൻ്റെ എല്ലാ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസും നടത്തിയതിന് ശേഷം ഒരു എക്സസ് എമൗണ്ട് അല്ലെങ്കിൽ ഒരു അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആ കമ്പനിക്ക് കാണും. അപ്പോൾ അങ്ങനെ വരുന്ന പ്രോഫിറ്റ് ഒന്നെങ്കിൽ കമ്പനി റിസർവ് ഫണ്ടിലോട്ട് മാറ്റിവെക്കും, റീറ്റെയിൻഡ് ഏർണിങ്സ് ആയിട്ട് മാറ്റിവെക്കും. അങ്ങനെയാണ് ഒരു കമ്പനി ചെയ്യാറ്. അപ്പോൾ ഈ റിസർവ് ആയിട്ട് മാറ്റിവെക്കുന്ന എമൗണ്ട് ഫ്യൂച്ചറിലേക്ക് കമ്പനിയുടെ എക്സ്പാൻഷന് വേണ്ടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ കറണ്ടായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിന് വേണ്ടി ഉപയോഗിക്കാം. പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോണസ് ഷെയർ ആയിട്ട് ഇഷ്യൂ ചെയ്യുക എന്നാണ്. അപ്പോൾ ഈ ബോണസ് ഷെയർ ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നത്, നമുക്കറിയാം ബോണസ് ഷെയർ എപ്പോഴും ഫ്രീ ഓഫ് കോസ്റ്റിനാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ആ ഇഷ്യൂ ചെയ്യുന്ന എമൗണ്ട് നമ്മൾ റിസർവിൽ നിന്ന് എടുത്ത് ക്യാപിറ്റലിലേക്ക് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ആ ബോണസ് ഷെയർസ് ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യുന്നത്. ഇൻ കേസ് റിസർവിലുള്ള ഒരു 1 lakh റുപ്പീസാണ് നമ്മൾ ക്യാപിറ്റൽ ഫണ്ടിലേക്ക് മാറ്റുന്നതെങ്കിൽ ഈ 1 lakhനുള്ള ബോണസ് ഷെയർ ആയിരിക്കും കമ്പനി അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ ക്യാപിറ്റലൈസേഷൻ ഓഫ് കമ്പനീസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ അതുകൊണ്ടാണ് അതിനെ സ്ക്രിപ്പ് ഇഷ്യൂ അല്ലെങ്കിൽ ക്യാപിറ്റലൈസേഷൻ ഇഷ്യൂ എന്ന് പറഞ്ഞത്. ഇപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കമ്പനി എങ്ങനെയാണ് ഒരു ബോണസ് ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യുന്നത് എന്നാണ്. അതായത് എപ്പോഴും കമ്പനി ഇഷ്യൂസ് ബോണസ് ഷെയർസ് ഓൺ എ സർട്ടൻ പ്രപ്പോർഷൻ. ഒരു സർട്ടൻ പ്രപ്പോർഷനിലായിരിക്കും കമ്പനി എപ്പോഴും ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാറുള്ളത്. നമ്മുടെ മീനിങ്ങിൽ പറഞ്ഞ പോലെ ഷെയർ ഹോൾഡേഴ്സ് ഷെയർ ഹോൾഡ് ചെയ്യുന്ന ബേസിസിലാണ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതെന്ന് മീനിങ്ങിൽ പറഞ്ഞായിരുന്നു. അതുപോലെ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഒരു സർട്ടൻ പ്രൊപ്പോർഷനിലാണ് കമ്പനി ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. ആ പ്രൊപ്പോർഷൻസ് ഈ പറഞ്ഞേക്കുന്ന പോലെ 1:1, 3:1, 3:2 അങ്ങനെ പല രീതിയിലാവാം. ഒരു എക്സാമ്പിളായിട്ട് 3:1 എന്ന റേഷ്യോയിൽ ഒരു കമ്പനി ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെയാണെന്ന് നോക്കാം. 3:1 എന്നൊരു റേഷ്യോയിലാണ് ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ഒരു ഷെയർ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു ഷെയർ ഹോൾഡറിന് എക്സ്ട്രാ ആയിട്ട് 3 ഷെയറാണ് അവിടെ ലഭിക്കുന്നത്. A shareholder is entitled to get 3 extra shares for each shares he hold before the issue. ഒരു ഷെയറിന് 3 ഷെയർ അധികം കിട്ടുകയാണ്. അപ്പോൾ ഒരു ഷെയർ ഹോൾഡ് ചെയ്തേക്കുന്ന ആൾക്ക് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്ത് കഴിയുമ്പോൾ ടോട്ടലി 4 ഷെയറാണ് ഓൺ ചെയ്യാൻ കഴിയുന്നത്. അതാണ് 3:1 എന്ന പ്രപ്പോർഷൻ്റെ എക്സാമ്പിൾ.
ഇനി ഇതേപോലെ 1:1 ആണെങ്കിൽ ഒരു ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആൾക്ക് എക്സ്ട്രാ ആയിട്ട് ഒരു ഷെയറും കൂടി കിട്ടും. അപ്പോൾ അയാൾക്ക് ടോട്ടലി 2 ഷെയർസ് കിട്ടും. അങ്ങനെയുള്ള ഒരു സർട്ടൻ പ്രൊപ്പോർഷനുകളിലാണ് എപ്പോഴും ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാറുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ബോണസ് ഷെയർസുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് കീ ടേംസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റെക്കോർഡ് ഡേറ്റ് ആണ്. Record date is a date set by the company at which the shareholder must own shares to be eligible for the bonus shares of the company. നമ്മൾ ആദ്യം മീനിങ് പറഞ്ഞായിരുന്നു ബോണസ് ഷെയർസ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനാണ് ഇഷ്യൂ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഷെയർസ് ലഭിക്കണമെങ്കിൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ആയാൽ മാത്രം പോരാ, പക്ഷേ കമ്പനി ഒരു ഡേറ്റ് സ്പെസിഫൈ ചെയ്യും. റെക്കോർഡ് ഡേറ്റ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ ആ സ്പെസിഫൈ ചെയ്യുന്ന ഡേറ്റിൽ ഈ പർട്ടിക്കുലർ ഷെയർ ഹോൾഡർ ആ കമ്പനിയുടെ ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഇപ്പോഴുള്ള ഈ ബോണസ് ഷെയർസിന് അദ്ദേഹം എലിജിബിൾ ആവുകയുള്ളൂ. അപ്പോൾ ഒരു ബോണസ് ഷെയർസിനെ സംബന്ധിച്ച് റെക്കോർഡ് ഡേറ്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ആ പർട്ടിക്കുലർ ഡേറ്റിൽ ഈ ഷെയർ ഹോൾഡർ കമ്പനിയുടെ ഷെയർസ് ഓൺ ചെയ്തെങ്കിൽ മാത്രമേ കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ബോണസ് ഷെയർസിന് എലിജിബിൾ ആവുകയുള്ളൂ. നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് കം ബോണസ് ഓർ പ്രീ പ്രൈസ്. ഇറ്റ് ഈസ് ദ ഷെയർസ് ആൻഡ് ഇറ്റ്സ് പ്രൈസ് ബിഫോർ ബോണസ് ഷെയർസ് ആർ ഇഷ്യൂഡ്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പും ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുമുള്ള രണ്ട് സിറ്റുവേഷൻസ് ആണ്. ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പും ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്ത് കഴിയുമ്പോഴും ഷെയറിൻ്റെ നമ്പേഴ്സിലും അതിൻ്റെ പെർ ഷെയർ വാല്യൂയിലും ഡിഫറൻസ് ഉണ്ടാവാം. So the shares and its price before bonus shares are issued is known as cum bonus or pre-price, and the shares and its price after the bonus shares being issued is known as ex bonus or post price. ബോണസ് ഷെയർസിൻ്റെ മീനിങ്ങും അതെങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നതെന്നും പിന്നെ ഈ കീ ടേംസിൻ്റെയും എല്ലാത്തിൻ്റെ ഒരു കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Suppose on January 1, 2018, Raj, an investor, purchases 10 shares of company X at rupees 10,000. On March 10, 2020, the company issues a 1:1 bonus shares to its shareholders with a record date of September 4, 2019. അപ്പോൾ ഇതാണ് സിറ്റുവേഷൻ. ക്വസ്റ്റ്യനിൽ പ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. 2018 ജനുവരി 1 തീയതി രാജ് എക്സ് കമ്പനിയുടെ 10 ഷെയർ 10,000 രൂപയ്ക്ക് വാങ്ങിച്ചു. 10 ഷെയറിന് 10,000 ആകുമ്പോൾ ഒരു ഷെയറിന് 1000 രൂപ വെച്ചാണ്. ഇത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ഷെയറാണ്. അപ്പോൾ മാർച്ച് 10, 2020 ആ സെയിം കമ്പനി അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് 1:1 റേഷ്യോയിൽ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ തീരുമാനിക്കുകയാണ് വിത്ത് എ റെക്കോർഡ് ഡേറ്റ് ഓഫ് 4th September 2019. 1:1 ബോണസ് ഷെയർ എന്ന് പറയുമ്പോൾ ഒരു ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആൾക്ക് എക്സ്ട്രാ ആയിട്ട് ഒരു ഷെയറും കൂടി കമ്പനി നൽകും. അപ്പോൾ ഇവിടെ 10 ഷെയർ ഹോൾഡ് ചെയ്യുന്ന രാജിന് 10 ഷെയറും കൂടി എക്സ്ട്രാ കിട്ടും. അപ്പോൾ രാജ് ടോട്ടൽ 20 ഷെയർസിൻ്റെ ഹോൾഡർ ആവും. അപ്പം ആദ്യം നമ്മൾ നോക്കേണ്ടത് രാജ് ഈ ബോണസ് ഷെയറിന് എലിജിബിൾ ആണോ എന്നാണ്. അപ്പോൾ കമ്പനി കൊടുത്തേക്കുന്ന റെക്കോർഡ് ഡേറ്റ് 4th September 2019 ആണ്. പക്ഷേ രാജ് വാങ്ങിച്ചേക്കുന്നത് January 1, 2018 അപ്പോൾ കമ്പനി സ്പെസിഫൈ ചെയ്തേക്കുന്ന ഡേറ്റിന് രാജിൻ്റെ കയ്യിൽ കമ്പനിയുടെ ഷെയർസ് ഉണ്ട്. സോ രാജ് അതിന് എലിജിബിൾ ആണ്. സോ രാജിന് 20 ഷെയർസിൻ്റെ ടോട്ടൽ ഒരു 20. സെക്കൻഡ്ലി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് കം ബോണസും എക്സ് ബോണസും ആണ്. കം ബോണസ് എക്സ് ബോണസ് നമ്മൾ പറഞ്ഞു. കം ബോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പുള്ള ഷെയറിൻ്റെ വാല്യൂവും എക്സ് ബോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വാല്യൂ ആണ്. അപ്പോൾ ഇവിടെ കം ബോണസ് എന്ന് പറയുന്നത് 10 ഷെയർസിന് 1,000 റുപ്പീസ് വെച്ചാണ് പെർ ഷെയറിൻ്റെ വാല്യൂ. എക്സ് ബോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ഷെയർസിന് 500 റുപ്പീസ് വെച്ചിട്ടാണ് പെർ ഷെയർ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ കം ബോണസ് നോക്കിയാലും എക്സ് ബോണസ് നോക്കിയാലും ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 10,000 തന്നെയാണ്. അതിന് ടോട്ടൽ വാല്യൂവിൽ വ്യത്യാസമൊന്നും വരില്ല. നമ്പർ ഓഫ് ഷെയർസിലും പെർ ഷെയർ വാല്യൂവിലും മാത്രമാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ ഷെയർ ഹോൾഡറിന് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേമിൽ പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല. കുറച്ചധികം ഷെയർസ് ഹോൾഡ് ചെയ്യാവുന്നേ ഉള്ളൂ.
പക്ഷേ ഫ്യൂച്ചറിൽ ഷെയറിന് ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് അതിൻ്റെ പ്രൈസ് ഇൻക്രീസ് ആവും. അപ്പോൾ ഇപ്പോൾ 500 എന്നുള്ളത് 560 ആവും, 600 ആവും, 700 ആവും. അങ്ങനെ മാർക്കറ്റ് ഡിമാൻഡ് അനുസരിച്ച് പ്രൈസും ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇൻക്രീസ് ആവുന്ന ഒരു സിറ്റുവേഷനിൽ കൂടുതൽ ഷെയർസ് ഉണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് അത് സെല്ല് ചെയ്ത് കൂടുതൽ പ്രോഫിറ്റ് അക്യൂർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ബോണസ് ഷെയർസിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കണ്ടീഷൻസ് ഫോർ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് ആണ്. ഒരു ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ എന്തെല്ലാം കണ്ടീഷൻസ് ആണ് ഒരു കമ്പനി സാറ്റിസ്ഫൈ ചെയ്യേണ്ടതെന്നാണ്. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ക്യാൻ ഇഷ്യൂ ഓൺലി ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്രൂവ്ഡ് ബൈ ദ മെമ്പേഴ്സ് ഇൻ ജനറൽ മീറ്റിംഗ് ഓഫ് ദ കമ്പനി. ഒരു കമ്പനിയുടെ ജനറൽ മീറ്റിങ്ങിൽ മെമ്പേഴ്സ് അപ്രൂവ് ചെയ്തതിന് ശേഷം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കമ്പനിക്ക് അതിൻ്റെ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ സാധിക്കൂ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓതറൈസ്ഡ് ബൈ ഇറ്റ്സ് ആർട്ടിക്കിൾ. അതിൻ്റെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ ഇതിങ്ങനെ ഇഷ്യൂ ചെയ്യാനുള്ള ഒരു ഓതറൈസേഷൻ ഉണ്ടായിരിക്കണം. തേർഡ് പോയിന്റ്, കമ്പനിയുടെ ഡിഫോൾട്ട് പേയ്മെൻറ്റ് ഒന്നും പാടില്ല എന്നാണ് പറയുന്നത്. ഏതൊക്കെ ഡിഫോൾട്ട് പേയ്മെൻറ്റ്സ് ആണ് പാടില്ല എന്നാണ്. ഫസ്റ്റ് വൺ, പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓർ പ്രിൻസിപ്പൽ ഇൻ റെസ്പെക്ട് ഓഫ് ഡെപ്റ്റ് സെക്യൂരിറ്റീസ്. അതായത് നമ്മൾ ഡെപ്റ്റ് ഫിനാൻസിങ്, നമുക്കറിയാം ഡിബെഞ്ചേഴ്സ്, ബാങ്ക് ലോൺസ്, ഇങ്ങനെയൊക്കെയുള്ള ഡെപ്റ്റ് ഫിനാൻസിങ്ങിൽ കൊടുക്കാനുള്ള ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് റിട്ടേൺ ചെയ്യേണ്ട പ്രിൻസിപ്പൽ എമൗണ്ട്, ഇതിലൊന്നും ഡിഫോൾട്ട് വരുത്തരുത് എന്നാണ്. ഇതൊക്കെ ഡിഫോൾട്ടിൽ ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരു കമ്പനിക്ക് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ സാധിക്കില്ല. നെക്സ്റ്റ് വൺ, പേയ്മെൻറ്റ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് ഓഫ് ദ എംപ്ലോയീസ് സച്ച് ആസ് PF, ഗ്രാറ്റുവിറ്റി എക്സെട്ര. ഒരു കമ്പനി അതിൻ്റെ എംപ്ലോയീസിന് കൊടുക്കാനുള്ള സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ്, അതായത് PF, പ്രൊവിഡൻറ്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി, ഇങ്ങനെയുള്ള പേയ്മെൻറ്റ്സിലൊന്നും ഡിഫോൾട്ട് വരുത്താൻ പാടില്ല. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദ പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ഇഫ് എനി ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ ടൈം ഓഫ് അലോട്ട്മെൻറ്റ് മസ്റ്റ് ബി ഫുള്ളി പെയ്ഡ്. ഷെയർ അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് ഏതെങ്കിലും ഷെയർസ് പാർട്ട്ലി പെയ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അത് ഫുള്ളി പെയ്ഡ് ആക്കിയതിന് ശേഷം മാത്രമേ ഒരു കമ്പനിക്ക് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ ഇത്രയാണ് ഒരു കമ്പനി ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻസ്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബോണസ് ഇഷ്യൂ ആണ്. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ഒരു കമ്പനി ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതെന്നാണ്. ഫസ്റ്റ് പോയിന്റ്, എക്സ്പാൻഡിങ് ദ ക്യാപിറ്റൽ ബേസ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു കമ്പനിയുടെ റിസർവ് അക്കൗണ്ടിലുള്ള അതിൻ്റെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ക്യാപിറ്റലാക്കി മാറ്റിയതിന് ശേഷം ആ ഫണ്ടിനാണ് നമ്മൾ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതെന്ന്. അപ്പോൾ അങ്ങനെ പ്രോഫിറ്റ്സ് ക്യാപിറ്റലാക്കി മാറ്റുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ക്യാപിറ്റൽ അവിടെ എക്സ്പാൻഡ് ആവുകയാണ്. ഒരു കമ്പനിയുടെ സ്ട്രെങ്ത് കാണിക്കുന്നത് അതിൻ്റെ ക്യാപിറ്റൽ തന്നെയാണ്. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പാൻഡ് ചെയ്യുക എന്നത് തന്നെയാണ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് കൊണ്ട് ഒരു കമ്പനിയുടെ ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ടു റീറ്റെയിൻ ദ ക്യാഷ്. അതായത് ഒരു കമ്പനിയെ സംബന്ധിച്ച് എപ്പോഴും ക്യാഷ് ഒരു അത്യാവശ്യ ഘടകം തന്നെയാണ്. അതുകൊണ്ടാണ് അതിൻ്റെ റിസർവ് ഫണ്ടിലേക്കൊക്കെ ഈ അക്യുമുലേറ്റഡ് ആയിട്ട് വരുന്ന പ്രോഫിറ്റൊക്കെ നമ്മൾ മാറ്റി വെക്കാറുള്ളത്. അപ്പോൾ ഈ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് കൊണ്ടും നമുക്ക് കാശ് നഷ്ടപ്പെടുന്നില്ല. നമ്മുടെ ക്യാപിറ്റലിലേക്ക് തന്നെയാണ് നമ്മൾ ആ ക്യാഷ് മൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കമ്പനിക്ക് ഫ്യൂച്ചർ പ്രോഫിറ്റ് ഉണ്ടാകുന്ന രീതിയിൽ കമ്പനിയിൽ തന്നെ ക്യാഷ് റീറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ബോണസ് ഇഷ്യൂ നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെ ക്യാഷ് റീറ്റെയിൻ ചെയ്യുക എന്നത് കമ്പനിയുടെ ഒരു സെക്കൻഡ് ഒബ്ജക്റ്റീവ് ആയിട്ടാണ് പറയുന്നത്. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ആഡ്സ് ടു ദ റെപ്യൂട്ടേഷൻ ഓർ ഗുഡ് വിൽ. ബോണസ് ഇഷ്യൂ എന്ന് പറയുമ്പോൾ ഫ്രീ ഓഫ് കോസ്റ്റിലാണ് അതിൻ്റെ ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ ഷെയർസ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു വലിയ റേഷ്യോയിൽ ആണ് നമ്മൾ ഷെയർ ഇഷ്യൂ നടത്തുന്നതെങ്കിൽ 3:1 അല്ലെങ്കിൽ 3:2 എന്നുള്ള റേഷ്യോയിലൊക്കെയാണ് നമ്മൾ ഇഷ്യൂ നടത്തുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും കമ്പനിയുടെ റെപ്യൂട്ടേഷന് ഒരു ഗുഡ് വില്ല് ഇൻക്രീസ് ചെയ്യുകയാണ്. കാരണം അതിൽ ഇൻവെസ്റ്റ് ചെയ്യാത്ത ആൾക്കാരെ പോലും ഇങ്ങനത്തെ ഉള്ളൊരു റെപ്യൂട്ടേഷൻ വളരെയധികം അട്രാക്റ്റ് ചെയ്യും. ഒരു ബോണസ് ഇഷ്യൂ നടത്തുന്നത് കൊണ്ട് ആ കമ്പനി നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആണെന്ന് കൂടിയാണ് പുറത്തുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ റെപ്യൂട്ടേഷനും ഗുഡ് വില്ലും ഈ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ആ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. ലാസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ലീഡ്സ് ടു മോർ ട്രേഡിംഗ് ആൻഡ് ലിക്വിഡിറ്റി. നമ്മൾ നേരത്തെ എക്സാമ്പിളിൽ പറഞ്ഞു എങ്ങനെയാണ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് വഴി ഒരു കമ്പനിയുടെ പെർ ഷെയർ വാല്യൂവിൽ ഡിക്രീസ് ഉണ്ടാകുന്നതെന്ന്. ഈ പെർ ഷെയർ വാല്യൂവിൽ ഡിക്രീസ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും
ആ കമ്പനിയുടെ സ്റ്റോക്ക് ലിക്വിഡ് ആവുകയാണ്, ഒരു ലിക്വിഡ് സ്റ്റോക്കായിട്ട് മാറുകയാണ്. അതായത് ചെറിയ ഇൻവെസ്റ്റേഴ്സിന് പോലും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കായിട്ട് മാറുകയാണ്. സോ സ്റ്റോക്ക് ലിക്വിഡ് ആവുന്നത് കൊണ്ട് അവിടെ മോർ ട്രേഡിങ്ങും നടക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. സോ ദ ലാസ്റ്റ് ഒബ്ജക്റ്റീവ് is to increase the liquidity and thereby improve the trading of the company shares. സോ ഇതൊക്കെയാണ് മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് എ ബോണസ് ഇഷ്യൂ. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് ബോണസ് ഷെയർസ് ആണ്. ഇഷ്യൂയിങ് ഓഫ് ബോണസ് ഷെയർസ് ഇസ് അഡ്വാൻറ്റേജസ് ബോത്ത് ടു ദ കമ്പനി ആസ് വെൽ ആസ് ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിനും കമ്പനിക്കും ഒരേപോലെ അഡ്വാൻറ്റേജസ് ആണ് ഉണ്ടാകുന്നത്. അതിൽ കമ്പനിയുടെ അഡ്വാൻറ്റേജസ് ആദ്യം നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എക്കണോമിക്കൽ. അതായത് ഇറ്റ് ഈസ് ആൻ ഇൻഎക്സ്പെൻസീവ് മോഡ് ഓഫ് റേസിംഗ് ക്യാപിറ്റൽ ബൈ ദ കമ്പനി. അതായത് കമ്പനിയുടെ തന്നെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ക്യാപിറ്റൽ റേസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫ്യൂച്ചറിലേക്കുള്ള എക്സ്പാൻഷനൊക്കെ വേണ്ടിയിട്ട് ഈസി ആയിട്ട് റേസ് ചെയ്യാവുന്ന ഒരു മെത്തേഡായിട്ടാണ് ഈ ബോണസ് ഷെയർ ഇഷ്യൂവിനെ കണക്കാക്കുന്നത്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് വൈഡർ മാർക്കറ്റബിലിറ്റി ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഷെയറിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ഷെയറിൻ്റെ പെർ ഷെയർ വാല്യൂയും കുറയും. അപ്പം കൂടുതൽ ഇൻവെസ്റ്റേഴ്സിന് അത് അപ്രോച്ചബിൾ ആയിട്ട് വരും. അപ്പം ലോ കോസ്റ്റ് ഇൻവെസ്റ്റേഴ്സിനെല്ലാം അത് അപ്രോച്ചബിൾ ആയിട്ട് വരുമ്പോഴത്തേക്ക് കൂടുതൽ വൈഡർ മാർക്കറ്റബിലിറ്റി കമ്പനിയുടെ ഷെയർസിന് കിട്ടും. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ ക്രെഡിറ്റ് വർത്തിനെസ് എന്നാണ്. ബോണസ് ഇഷ്യൂവിൻ്റെ വേറൊരു പേര് തന്നെ ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ്സ് എന്നാണ്. അതായത് നമ്മുടെ ക്യാപിറ്റൽ ഓട്ടോമാറ്റിക്കലി ആയിട്ട് ഇൻക്രീസ് ആവുകയാണ്. അപ്പോൾ കമ്പനിയുടെ സ്ട്രെങ്ത്തും കൂടുകയാണ്. അപ്പം പുറത്തുനിന്ന് ഫണ്ടൊക്കെ റേസ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി ക്രെഡിറ്റ് വർത്തിനെസ് ഇൻക്രീസ് ആവുമെന്നാണ് ആ തേർഡ് പോയിന്റ് പറയുന്നത്. ഫോർത്ത് പോയിന്റ് അൺഓൾട്ടേർഡ് ലിക്വിഡിറ്റി പൊസിഷനാണ്. ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതുകൊണ്ട് കമ്പനിക്ക് അധികമായ ചിലവുമില്ല, അധികമായ വരവുമില്ല. കമ്പനിയുടെ ക്യാഷ് തന്നെ ക്യാപിറ്റലിലേക്ക് മാറ്റിയിട്ടാണ് കമ്പനി ഇഷ്യൂ ചെയ്യുന്നത്. സോ അതിൻ്റെ ലിക്വിഡിറ്റി പൊസിഷൻ അവിടെ ഓൾട്ടേർഡ് ആവുന്നില്ല. സോ ഇറ്റ്സ് റിമെയിൻസ് അൺഓൾട്ടേർഡ് എന്നാണ്. അതും കമ്പനിക്ക് ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇതൊക്കെയാണ് കമ്പനിക്ക് മെയിനായിട്ടുള്ള ബോണസ് ഷെയർ കൊണ്ടുള്ള അഡ്വാൻറ്റേജ്. ഇനി നെക്സ്റ്റ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കാര്യമാണ്. ഫസ്റ്റ് വൺ ഇമ്മീഡിയറ്റ്ലി റിയലൈസബിൾ. അതായത് ഒരു ഷെയർ ഹോൾഡർ ബോണസ് ഷെയർ ലഭിച്ചതിന് ശേഷം അദ്ദേഹത്തിന് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് മാർക്കറ്റിൽ സെല്ല് ചെയ്യാവുന്നതാണ്. അത് സെല്ല് ചെയ്യുന്നതിന് അദ്ദേഹം ഒരു ഡിഫിക്കൽട്ടിയും ഫേസ് ചെയ്യേണ്ടി വരത്തില്ല. സെല്ല് ചെയ്ത് അപ്പോൾ തന്നെ അത് എൻക്യാഷ് ചെയ്യാവുന്നതാണ്. അതാണ് ഇമ്മീഡിയറ്റ്ലി റിയലൈസബിൾ. സെക്കൻഡ് പോയിന്റ് ടാക്സ് ബെനിഫിറ്റ്സ് ആണ്. ബോണസ് ഷെയർസ് ആർ നോട്ട് ടാക്സബിൾ. അതായത് ബോണസ് ഷെയർ ലഭിച്ചു കഴിഞ്ഞാൽ അതിന് ടാക്സ് കൊടുക്കേണ്ട, ഡിവിഡൻഡ് ലഭിക്കുന്നത് പോലെ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ദേ ആർ ടാക്സ് ഫ്രീ ബെനിഫിറ്റ്സ്. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ ഫ്യൂച്ചർ ഇൻകം എന്നാണ്. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞായിരുന്നു, ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ബെനിഫിറ്റ് കിട്ടിയില്ലെങ്കിലും ഫ്യൂച്ചറിൽ ഷെയറിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഷെയർ ഹോൾഡേഴ്സിന് അത് സെല്ല് ചെയ്ത് ഒരു ഹൈ പ്രോഫിറ്റ് അക്യൂർ ചെയ്യാവുന്നതാണ്. കൂടുതൽ ഷെയർ ലഭിക്കും തോറും ആ പ്രൈസും ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് കൂടുതൽ പ്രോഫിറ്റ് നിലവിലേക്കാളും ഷെയർ ഹോൾഡേഴ്സിന് അക്യൂർ ചെയ്യാൻ സാധിക്കും. പിന്നെ ഹൈ സൈക്കോളജിക്കൽ വാല്യൂ ആണ് നെക്സ്റ്റ് പോയിന്റ്. അതായത് ഒരു ഷെയർ ഹോൾഡറിന് 10 ഷെയർ ഹോൾഡ് ചെയ്യുന്നതെന്ന് പറയുന്നതിനെക്കാട്ടിൽ ഒരു അഭിമാനമാണ് ഒരു കമ്പനിയുടെ 20 ഷെയർ ഞാൻ ഹോൾഡ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അതും ആ ഒരു കമ്പനി അത് ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആയിട്ട് ആ കമ്പനിയോട് ഒരു ഇഷ്ടം കൂടുതലും ഒരു ഇൻട്രസ്റ്റും ആ ഷെയർ ഹോൾഡറിന് ഇൻക്രീസ് ആവുകയാണ്. സോ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന വഴി ഒരു ഷെയർ ഹോൾഡറിന് ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷനും കൂടി ലഭിക്കുന്നു എന്നാണ് അടുത്തൊരു അഡ്വാൻറ്റേജ് എന്നുള്ളത്. സോ ഇത്രയാണ് ബോണസ് ഷെയർ ഇഷ്യൂ കൊണ്ട് കമ്പനിക്കും ഷെയർ ഹോൾഡേഴ്സിനും ഉണ്ടാകുന്ന മെയിൻ അഡ്വാൻറ്റേജസ്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ബോണസ് ഷെയർസ് ആണ്. എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ്? ഫസ്റ്റ് പോയിന്റ് എക്സ്പെക്ടേഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഇൻക്രീസസ് റിഗാർഡിംഗ് ദ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ്. അതായത് ഒരു ബോണസ് ഷെയർ ഒക്കെ ഇഷ്യൂ ചെയ്ത് തുടങ്ങുമ്പോൾ ഷെയർ ഹോൾഡേഴ്സ് പൊതുവെ വിചാരിക്കും കമ്പനി നല്ല പ്രോഫിറ്റബിൾ ആണ്, അപ്പോൾ ഫ്യൂച്ചറിലും ഇതുപോലെ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്ത പോലെ തന്നെ ഡിവിഡൻഡിലും ഒരു ഇൻക്രീസ് ഉണ്ടാവും എന്ന് ഉള്ളൊരു പ്രതീക്ഷ ചിലപ്പോൾ ഷെയർ ഹോൾഡേഴ്സിനെ ഡൗൺ ആക്കാമെന്നാണ് ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ്. സെക്കൻഡ് ഒന്നെന്ന് പറയുന്നത് റിസർവ്സ് ആൻഡ് അതർ ഫണ്ട്സ് ഡിക്ലൈൻ. അതായത് നമ്മുടെ റിസർവിലുള്ള പ്രോഫിറ്റ് ക്യാപിറ്റലൈസ് ചെയ്താണ് നമ്മൾ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് റിസർവിലും അതർ ഫണ്ടിലൊക്കെ ഉള്ള ലിക്വിഡ് ക്യാഷിലൊരു ഡിക്രീസ് വരുമെന്നാണ്. അത് കമ്പനിക്കൊരു ഡിസഡ്വാൻറ്റേജ് ആവും എന്നാണ് പോയിന്റ് പറയുന്നത്. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഷെയർസ് ഡിക്രീസസ് ദ ഏർണിങ്സ് പെർ ഷെയർ. നമ്മൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞു, ഷെയർസിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് നമ്മുടെ പെർ ഷെയർ വാല്യൂവിൻ്റെ ഏർണിങ്സും ഡിക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഷെയർ ഹോൾഡറിനെ സംബന്ധിച്ച് വലിയൊരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. ഇപ്പോൾ തേർഡ് ഡിസഡ്വാൻറ്റേജ് എന്ന് മെയിനായിട്ട് പറയുന്നത് ഡിക്രീസസ് ഇൻ ദ ഏർണിങ്സ് പെർ ഷെയർ.
ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് പ്രൊമോട്ട് സ്പെക്കുലേഷൻ എന്നാണ്. സ്പെക്കുലേഷൻ എന്താണെന്ന് നമുക്കറിയാം. ഷെയർസ് ഇല്ലീഗലായിട്ട് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നതിനാണ്. അതായത് വില കുറഞ്ഞുള്ള ഒരു മാർക്കറ്റിൽ നിന്ന് ഷെയർ വാങ്ങിയതിന് ശേഷം അത് വില കൂടിയെടുത്ത് കൊണ്ട് വിറ്റ് അൺഎത്തിക്കലായിട്ടൊരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ സ്പെക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പം ഷെയർസ് ഒരുപാട് ഒരു ഷെയർ ഹോൾഡറിൻ്റെ വരും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ കമ്പനിയുടെ ഷെയർസ് സ്പെക്കുലേറ്റ് ചെയ്യാനുള്ളൊരു സാധ്യത കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. അതും കമ്പനിക്കൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടുമുള്ള ബോണസ് ഷെയറിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. സോ ഈ സെഷനിൽ നമ്മൾ ബോണസ് ഷെയറിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. ബോണസ് ഷെയറിൻ്റെ മീനിങ്, എങ്ങനെയാണ് ഒരു ബോണസ് ഷെയർ ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുന്നത്, അതിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്, ഒബ്ജക്റ്റീവ്സ്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു സെഷൻ യൂസ്ഫുൾ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്തൊരു സെഷനിൽ വേറൊരു ടോപ്പിക്കായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.